ഹായ് ഹലോ ഇന്ന് നമുക്ക് നല്ല സിമ്പിളായിട്ടും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു പൊട്ടറ്റോ സ്നാക്കിൻ്റെ റെസിപ്പി കാണാം കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും കേട്ടോ. ഒരുപാട് സാധനങ്ങൾ ഒന്നും ആവശ്യമില്ല, ചായ തിളക്കുമ്പോഴേക്കും നമുക്ക് കടി റെഡി എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പി ആട്ടോ ഇത്. അപ്പോൾ എന്താണ് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ. അപ്പോൾ നമ്മളിതാ 2 വലിയ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് എത്ര എണ്ണം വേണമെന്നുള്ള അനുസരിച്ചിട്ട് വേണം നമ്മൾ പൊട്ടാറ്റോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊരു 5 എണ്ണമൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുമേ. അപ്പോൾ ഞാനിപ്പോൾ നല്ല വലിപ്പമുള്ള 2 പൊട്ടാറ്റോ ആട്ടോ എടുത്തിട്ടുള്ളൂ. അതിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 4 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ. ഒരുപാട് അടിച്ചിട്ട് ഇത് ഉടനെ പോകരുത്, നന്നായിട്ട് നമുക്ക് ചെറുതായിട്ടൊരു കട്ടി പോലെ അതിന് കിട്ടണം. അതിനായിട്ട് നമുക്ക് ഒരു 4 വിസിൽ മാത്രം ഒന്ന് അടുപ്പിച്ചെടുക്കാം. അപ്പോൾ ഇനി പൊട്ടറ്റോ റെഡി ആയിട്ട് വരട്ടെ കേട്ടോ. ആ ഒരു സമയം കൊണ്ട് നമുക്കിത് ഒരു പാത്രത്തിലേക്ക് 3 സവാള കേട്ടോ, മീഡിയം സൈസുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. അതിന് കൂടുതൽ നമുക്ക് 1-2 പച്ചമുളക്, നമ്മളെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം കേട്ടോ. അതിലേക്ക് നമ്മളിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിലുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂണോളം നമ്മളിതിലേക്ക് മഞ്ഞളും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ. നമ്മൾ ഉള്ളിവടക്കൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമ്മൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ കൈ വെച്ച് മിക്സ് ആക്കിയെടുക്കില്ലേ, ആ ഒരു രീതിക്ക് തന്നെ നന്നായിട്ട് മിക്സ് ആക്കിയെടുക്കാം. സവാളിൽ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുന്ന ആ ഒരു പരുവത്തിലായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മിക്സിങ് നിർത്താം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിപ്പോൾ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. സവാളിൽ വെള്ളമൊക്കെ ഇതാ ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മളെ പൊട്ടറ്റോ നന്നായിട്ട് വെന്ത ഈ ഒരു പാകത്തിനായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചില പൊട്ടാറ്റോ നമ്മൾ 4 വിസിലൊക്കെ അടുപ്പിക്കുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം. ചിലത് നമ്മൾ 4-5 വിസിലടിച്ചാലും നന്നായിട്ട് ഉള്ളൊക്കെ വെന്ത് കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മളിതാ ആദ്യം ഒരു 2-3 വിസിലൊന്ന് അടുപ്പിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ 4 വിസിലൊന്ന് അടുപ്പിച്ചെടുക്കാം കേട്ടോ. നല്ല തടിയുള്ള പൊട്ടാറ്റോ ആണെങ്കിൽ 4 വിസിൽ എന്തായാലും അടുപ്പിക്കണം. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ കത്തി വെച്ച് കുത്തി നോക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു കത്തിയിലേക്ക് കയറുന്നുമുണ്ട് എന്നാൽ നമുക്ക് പെട്ടെന്ന് അങ്ങ് കത്തി ഉള്ളിലേക്ക് ആക്കാനും പറ്റുന്നുണ്ടെങ്കിൽ നമ്മളെ പൊട്ടാറ്റോ ഏകദേശം നല്ല പാകത്തിന് വന്നിട്ടുണ്ടാവേ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ തൊലി ഒന്ന് ഇതുപോലെ ഇങ്ങനെ ഒന്ന് കളഞ്ഞെടുക്കാം കേട്ടോ. ഇനി തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ പീസായിട്ട് ഇതൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ നമ്മൾ നന്നായിട്ട് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്ക് വെന്തെന്നും പറയാം, എന്നാൽ വെന്തിട്ടില്ല എന്നും പറയുന്ന ആ ഒരു പാകത്തിന് വേണ്ടിയിട്ട് ഇത് റെഡിയാക്കി എടുക്കാൻ, എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ആ പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം വേവിക്കുമ്പോൾ ഉപ്പ് ചേർക്കാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ ഇത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കിയിട്ടുള്ള സവാളിലേക്ക് ഈ ഒരു പൊട്ടറ്റോൻ്റെ പീസും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൊട്ടറ്റോ അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നാൽ നല്ല വലുപ്പം ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് ചെറുതുമല്ല എന്നാൽ വലുതും അല്ലാത്ത ആ ഒരു പാകത്തിന് കേട്ടോ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 2.5 ടേബിൾ സ്പൂണോളം മൈദയാണ്. അതിനുശേഷം നമുക്കിതിലേക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂണോളം കോൺഫ്ലവർ, അല്ലാന്നുണ്ടെങ്കിൽ അരിപ്പൊടി ചേർത്താൽ മതി കേട്ടോ. നമ്മൾ സാധാരണ പത്തിരിപ്പൊടി ഉണ്ടാവുമല്ലോ, അത് ചേർക്കാം. ഇനി കയ്യിലുണ്ടെങ്കിൽ കോൺഫ്ലവർ ആട്ടോ ഒന്നുകൂടി നല്ലത്. അതും കൂടി ചേർത്ത് കൊടുക്കാം നമുക്കിനി ഇതിലേക്ക്. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാല ഉണ്ടല്ലോ, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ കുറച്ച് കസ്തൂരി മെത്തി അതും കൂടി ചേർക്കുന്നുണ്ട്. ആ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. നല്ലൊരു ടേസ്റ്റ് ആട്ടോ ഉണ്ടാകാൻ അതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ. ഇനി ആദ്യം നമുക്ക് കൈ വെച്ച് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ വെള്ളം ചേർക്കുന്നുള്ളൂ. അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. അപ്പോൾ ഇപ്പം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കിയതാ ഈ ഒരു പാകത്തിന് ആക്കിയിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് കയ്യിലോട്ട് കുറച്ച് വെള്ളം കൂടി ആക്കി കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കിയെടുക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ വെള്ളമായിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതിയേ. നമ്മൾ ഉള്ളിവടയുടെ ആ ഒരു മാവുണ്ടാവുമല്ലോ, ആ ഒരു രീതിക്കാട്ടോ നമ്മളിത് റെഡിയാക്കിയിട്ട് എടുക്കേണ്ടത്. നമുക്കിത് പരത്തി എടുത്തിട്ട് എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് എടുക്കുന്ന ആ ഒരു പാകത്തിന് ആക്കിയിട്ടെടുക്കണം ഈ ഒരു മാവ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ പാകമൊക്കെ കറക്റ്റായിട്ടുണ്ട് കേട്ടോ. പൊടിയൊക്കെ ചേർത്തതൊക്കെ കറക്റ്റാണ്. നമ്മൾ 2 ടേബിൾ സ്പൂണോളം മാത്രമേ മൈദ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇപ്പം കറക്റ്റായിട്ടുണ്ട്. നമുക്കിത് കാണുമ്പോൾ ഉണ്ടാക്കിയെടുക്കാൻ ബുദ്ധിമുട്ടാവുമെന്ന് തോന്നും, പക്ഷേ ഇല്ലാട്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ ഇത് റെഡി ആക്കിയിട്ടെടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ മാവ് റെഡി ആയിട്ടുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലേക്ക് ഒരു ഉരുള പോലായിട്ട് ഇതിങ്ങനെ അങ്ങ് എടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ച് ഒന്ന് പരത്തി കൊടുക്കാം.
എന്നിട്ട് നമുക്ക് അത് നന്നായിട്ട് അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ഉരുട്ട പോലെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതാ കൈ വെച്ച് ഒന്ന് പ്രസ്സാക്കി കൊടുക്കുക. നല്ല നൈസായിട്ട് ഉണ്ടാക്കണ്ട. ഇതാ അങ്ങനെ ആകുമ്പോൾ നമ്മൾ പൊട്ടറ്റോ അങ്ങ് അമർന്ന് പോകട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കൊടുത്തിട്ട് ഒന്ന് പരത്തി എടുത്തു കഴിഞ്ഞാൽ ഇതാ ഇതുപോലെ റെഡിയാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മളിതാ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ഓയിലോ വെളിച്ചെണ്ണ വെച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് എണ്ണ ചൂടാക്കിയെടുക്കുക. നല്ല രീതിക്ക് തന്നെ നല്ല ചൂട് വേണം കേട്ടോ. എന്നിട്ട് നമ്മളിതാ ഇതുപോലെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ഫുൾ ഫ്ലെയിമിൽ വെച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടാട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത്. പെട്ടെന്ന് കളർ മാറിയിട്ട് വരും. നമ്മൾ ഉള്ളിയോടെയൊക്കെ ഉണ്ടാക്കുമ്പോൾ കാണില്ലേ, പെട്ടെന്ന് അതിൻ്റെ കളറൊക്കെ മാറി നന്നായിട്ട് കുക്കായിട്ട് കിട്ടൂലേ. അപ്പോൾ അതുപോലെ തന്നെ കേട്ടോ ഇതും പെട്ടെന്ന് കളർ മാറി വരും. ഇതിൻ്റെ അടുത്തുനിന്ന് മാറാനേ പാടില്ല, കരിഞ്ഞു പോവുകയല്ല എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഒരു ഭാഗം ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇതാ ഈ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് കളർ പെട്ടെന്ന് മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തിനാക്കി കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു സൈഡും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കളറൊന്ന് മാറ്റിയെടുക്കാം. പെട്ടെന്ന് റെഡി ആവും കേട്ടോ, ഒരുപാട് സമയം എടുക്കുന്നില്ല. ഇതിപ്പോൾ രണ്ട് സൈഡും നന്നായിട്ട് കളറൊക്കെ മാറി നല്ല കറുമുറാന്നായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് ബാക്കിയുള്ള നോക്കി ഇതുപോലെ തന്നെ റെഡിയാക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല അടിപൊളി ഒരു ഈവനിങ് സ്നാക്ക് ആട്ടോ ഇത്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിക്കിനെ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ.